അങ്ങനെ ജാനിയുടെയും ഹരിയുടെയും കല്യാണം കഴിഞ്ഞു. നമുക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടാലോ? ഇതാണ് നമ്മുടെ ജാനിയും അവളുടെ സ്വന്തം ഹരിയേട്ടനും. ഹരിയുടെ ജീവിതത്തിൽ ആദ്യം തോന്നിയ പ്രണയം ലക്ഷ്മി, ആ ധാവണിക്കാരി, ഇവളാണത്. ആർക്കും കണ്ടാൽ ഒരിഷ്ടം തോന്നും, ഒരു ഭാവം. ഇനി കൂട്ടുകാരും വീട്ടുകാരും കൂടി ഹരിയെ ഏൽപ്പിച്ച അതാണിവൾ. ഇത് നമ്മുടെ ജാനി, ഇപ്പം ഹരിയുടെ സ്വന്തം ഭാര്യ. ഹരിയുടെ ജീവിതത്തിൽ അവൻ്റെ താലിക്ക് അവകാശിയായവർ ലക്ഷ്മി, ഇപ്പോൾ ജാനി. ഇന്ന് മഹായും ലക്ഷ്മിയും ഭൂമിയിലില്ല. ഇരുവരും ഭൂമിയിൽ ജാനിക്കായി ഹരിയെ ബാക്കിയായി അവരുടെ ലോകത്തേക്ക് പോയി. പക്ഷേ ഇന്നും ഹരിയുടെ മനസ്സിൽ അവൾ മാത്രമാണ്, അവൻ്റെ ആദ്യ പ്രണയം ലക്ഷ്മി മാത്രം. അവിടേക്ക് ജാനിക്കൊരു സ്ഥാനം ലഭിക്കുമോ? അവൻ കൊടുക്കുമോ? അതെല്ലാം നമുക്ക് നോക്കാം. ഇനി ആരായിരിക്കും സീതാ മഹാലക്ഷ്മി? അതും കണ്ടു തന്നെ അറിയണമല്ലേ. ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും ഹരി തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊടുത്തു. 3 മണിയോടെയാണ് എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയത്. സ്ഥിരം കലാപരിപാടികൾ എല്ലാം അവിടെയും ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു ചിരിയോടെ ജാനിയും ഹരിയും നിന്നുകൊടുത്തു. പിന്നെ ഫ്രഷായി വരാൻ എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ തന്നെ എല്ലാവരെയും ഓടിച്ചു. ജാനിയെ കൂട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ ഹരി തൻ്റെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയപ്പോൾ തന്നെ ഹരി ജാനിയോട് അവളുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടു. അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി താൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന റൂമിൽ നിന്ന് ബാഗുമായി അവൻ്റെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തി. ബാഗിൽ നിന്നും ഫയലെടുത്ത് ഹരിയെ ഏൽപ്പിച്ചു. എൻ്റെ ജാനി, നീ ഇങ്ങനെ ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല. ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി ഫ്രഷ് ആവാൻ നോക്ക്. അപ്പോഴേക്കും എൻ്റെ ജോലിയും തീരും. ഹരി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. അവനും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ മാറാനുള്ള ഡ്രസ്സുകളുമായി ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിലെത്തി സാരിയുടെ സേഫ്റ്റി പിൻ അഴിക്കാൻ നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. തോളിൽ കുത്തിയിരിക്കുന്ന സേഫ്റ്റി പിൻ അവൾ എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ കഴിയുന്നില്ല. രാവിലെ കുഞ്ഞിയാണല്ലോ ഉടുപ്പിച്ചത്. എൻ്റെ ഭഗവാനെ, നീ എന്നോട് തന്നെ ഈ ചതി ചെയ്തല്ലോ. ഞാനിപ്പിനി എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് ജാനി കതകിൽ ചാരി കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് താഴേക്ക് പോയി കുഞ്ഞിയെ കൊണ്ട് തന്നെ സേഫ്റ്റി പിൻ ഊരിക്കാൻ എന്ന് നോക്കി. സാരി പിന്നെയും വാരിച്ചുറ്റി ബാത്റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ അവളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിയെയാണ് കാണുന്നത്. ജാനി ഇറങ്ങിയതുപോലും അറിയാതെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് അവൻ. അപ്പോഴും കതക് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്. കുളിച്ചിട്ടുമില്ല. ജാനി വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് നിൽപ്പുണ്ട്. ഇതെന്താ, തനിക്ക് കുളിയൊന്നും ഇല്ലേ? അല്ല, എവിടെ പോവാനാ ഈ കോലത്തിൽ എന്ന് ചോദിച്ചുകൊണ്ട് ഹരി ജാനിയുടെ അടുത്തേക്ക് എത്തി. അവൾക്കാണെങ്കിൽ എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ നിന്ന് വിയർത്തു. എന്താടോ, എന്താണെങ്കിലും പറയൂ. അതൊന്നുണ്ടല്ലോ ഹരിയേട്ടാ, കുഞ്ഞിയല്ലേ രാവിലെ സാരി ഉടുപ്പിച്ചത്, പിന്നെ അഴിക്കാൻ പറ്റുന്നില്ല, ആകെ പെട്ടു. ബെസ്റ്റ്, അതിനായിരിക്കും താഴെ ചെന്ന് കുഞ്ഞിയെ കൊണ്ട് സേഫ്റ്റി പിൻ അഴിപ്പിക്കാൻ പോയത്. താൻ വിചാരിച്ചത് അവൻ മനസ്സിലാക്കിയല്ലോ എന്നോർത്ത് അവളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. എൻ്റെ മന്ദബുദ്ധി ജാനി, കുഞ്ഞിയുടെ സ്വഭാവം നിനക്ക് ശരിക്കറിഞ്ഞൂടാ. സൂചി കുത്താൻ സ്ഥലം കൊടുത്താൽ മതി, അവൾ ഒട്ടകത്തെ പോലെ കയറി മനസ്സിലുള്ളത് മൊത്തം വാരി വലിച്ച് പുറത്തിടും. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നില്ല്, ഞാൻ തന്നെ ഊരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനിക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവളുടെ തോളിൽ നിന്നും സേഫ്റ്റി പിൻ അഴിച്ചു കൊടുത്തു. ഹരിയുടെ വിരലുകൾ അവളുടെ ശരീരത്തിൽ തട്ടിയപ്പോൾ അവൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വെപ്രാളമോ ടെൻഷനോ ഒക്കെ അവളെ വന്ന് പൊതിഞ്ഞു തുടങ്ങി. വിയർപ്പ് പൊടിഞ്ഞ മുഖം അവനിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് തിരിഞ്ഞു നടന്നു. എൻ്റെ ജാനി, ഇതുപോലുള്ള കാര്യങ്ങൾ എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി, അല്ലാതെ എന്നിൽ നിന്നും മറച്ചു പിടിച്ച് അമ്മയുടെ അടുത്തും കുഞ്ഞിയുടെ അടുത്തും ഒന്നും പോകാൻ നിൽക്കരുത്. പിന്നെ ഇത്രയും ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഹരി വീണ്ടും അവൻ ചെയ്തുകൊണ്ടിരുന്ന പണിയിലേക്ക് തിരിഞ്ഞു. ഫയലും ഫോണുമായി കട്ടിലിലേക്ക് തന്നെ ഇരുന്നു. ബാത്റൂമിലേക്ക് കയറിയ ജാനിയുടെ അവസ്ഥ മറ്റൊരു അനുഭൂതിയിലായിരുന്നു. ഹരിയോട് അങ്ങനെയൊക്കെ എഗ്രിമെൻ്റ് കാര്യം പറഞ്ഞെങ്കിലും എപ്പോഴോ അവളുടെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു അവൻ്റെ മുഖം. അവൾ പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന പ്രണയം. കുഞ്ഞിയുടെ നാക്കിൽ നിന്നുമാണ് ഹരിയെക്കുറിച്ച് കേൾക്കുന്നത്. കേട്ട നാൾ മുതൽ അവനോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം തൻ്റെ മനസ്സിൽ വളരുന്നുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഹരിയേട്ടന് ഒരു ഭാര്യയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം എടുത്തിട്ടത്.
അങ്ങനെയെങ്കിലും എന്നോടൊപ്പം എന്നും ഉണ്ടാകുമല്ലോ എന്ന് കരുതി. എന്നാൽ ഇന്ന് അദ്ദേഹം തന്നോട് അടുത്തു നിന്നപ്പോൾ, ശരീരത്തിലെ ആ വിരലുകൾ സ്പർശിച്ചപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വെപ്രാളമാണ് ഉടലെടുത്തത്. വൈകുന്നേരം ചായ കുടിക്കാൻ ഹരിയും ജാനിയും താഴേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും വലിയൊരു ചർച്ചയിലാണ്. ഹരിയെ ആരും അങ്ങോട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട. അറിയാലോ മഹയുടെ കാര്യത്തിൽ പൊന്നുമോൻ കാഴ്ചവെച്ച അഭിനയം. അതുകൊണ്ട് രണ്ടിനെയും അങ്ങോട്ട് കണ്ണടച്ച വിശ്വസിക്കാൻ നിൽക്കണ്ട. പിന്നെ ജാനി, അവനൊന്ന് കണ്ണുരുട്ടിയാൽ അവിടെ നിൽക്കും. അതോർത്തമ്മ പേടിക്കണ്ട. ചേച്ചി പാവ, ഒന്ന് സോപ്പിട്ട എല്ലാം പറയും. ജാനി പാവ ആയിരിക്കും, പക്ഷെ എൻ്റെ മോൻ അങ്ങനല്ല. ജിത്തു, നിന്നോടും കൂടിയാണ്. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. എൻ്റെ അച്ഛ, ഒന്നിൽ പിഴച്ചാൽ 3 എന്നല്ലേ. ഇനി അവൻ്റെ ലൈഫ് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനിയും ഹരിയും അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിച്ചുകൊണ്ട് ഹരി അതിൻ്റെ ബാക്കിയുള്ള ഇടത്തേക്ക് ജാനിയെ കൂടെ പിടിച്ചങ്ങിരുത്തി. വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈഫ് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ജീവിതത്തിന് വേണ്ടി കുറച്ച് അമ്പലങ്ങളിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ലക്ഷ്മി അമ്മ ചാടിക്കയറിയെന്ന് പറഞ്ഞു. അതായിരുന്നോ കാര്യം? ഞാൻ ഓർത്ത് ഇനി എൻ്റെ എന്തെങ്കിലും കുറ്റം പറയുമെന്ന്. പോട ചെറുക്ക, എപ്പോഴും നിന്റെ കുറ്റം പറയാൻ ഇവിടെ ആർക്കും നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ വേഗം അകത്തേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കുമുള്ള ചായയായിട്ടാണ് ലക്ഷ്മിയമ്മ വന്നത്. ഹരിയുടെ അടുത്തേക്ക് ചായ നീട്ടുമ്പോഴാണ് അവൻ്റെ ഇടതു കൈ ജാനിയുടെ വലത് കൈയാൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. എല്ലാവരും ചായ കുടിച്ച് സംസാരിക്കുന്നതിനിടയിലും കുഞ്ഞിയുടെ കണ്ണുകൾ ചെറിയ ദൃഷ്ടിയോടെ ഇരുവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഹരിയുടെ ഉള്ളിൽ ചിരിയാണ്. കാരണം ഇതിനപ്പുറവും പ്രതീക്ഷിച്ചിട്ടാണല്ലോ അവൻ ഇതിനെല്ലാം പുറപ്പെട്ടത്. ജാനിയാണെങ്കിൽ കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്നും ഒരെത്തും പിടിയുമില്ല. ഹരിയുടെ ചിരിയിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് ജിത്തുവിന് അതിനിടയ്ക്ക് തോന്നിയിരുന്നു. പക്ഷെ പിന്നീടുള്ള അവൻ്റെ അഭിനയത്തിൽ ജിത്തുവും വീണു എന്ന് പറയുന്നതാണ് സത്യം. പിന്നെ അങ്ങോട്ട് കഥ പറച്ചിലും ഉത്സവ ബഹളങ്ങൾ തന്നെയായിരുന്നു. ഹരിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ കാണിക്കലായിരുന്നു ലക്ഷ്മിയമ്മയുടെ പ്രത്യേക വിനോദം. എല്ലാം കാണുമ്പോഴും ജാനിയുടെ കണ്ണുകൾ വികസിക്കുന്നതും അതിൽ നിറയുന്ന കുറുമ്പും കുസൃതിയും എല്ലാം എല്ലാവർക്കും സന്തോഷം ആയിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും അടുത്തയാളെ കിട്ടുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ വരുണിനെ. എടാ വരുണേ, ഇനിയെങ്കിലും നിനക്ക് മര്യാദയ്ക്ക് ഭദ്രയെ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ പ്രശ്നം? അച്ഛാ, ആ ടോപ്പിക്ക് വിട്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അങ്ങനെ വിടാൻ പറ്റില്ല. ഇത്രയും നാളും നടന്ന് ഇനി അത് നടക്കില്ല ചെറുക്കാ. അമ്മ, അതിന് ഞാനല്ലല്ലോ ഒന്നും ചെയ്തു വെച്ചത്. അവൾക്കല്ലേ പിണക്കം. അവൾക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. ഓഹോ, നിനക്ക് വഴക്കില്ലല്ലേ? എങ്കിൽ ഫോൺ എടുത്ത് വിളിക്കടാ ഭദ്രേ. ഹരി ഒന്നും കൂടെ അവനെ നോക്കി പറഞ്ഞു. ഹരി, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത്രയും നാൾ നീ ഹരിയുടെ പേര് പറഞ്ഞല്ലേ നിന്നത്. ഇപ്പോൾ അവനും ആളെയും കൊണ്ട് വന്നു. ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? ജിത്തുവായിരുന്നു ചോദിച്ചത്. എടാ, നിനക്ക് രണ്ടിന് അറിയാവുന്നതല്ലേ എല്ലാം. പിന്നെന്തിനാ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ്? വരുൺ പോകാൻ വേണ്ടി എഴുന്നേറ്റു. വരുണിൻ്റെ കൈകളിൽ പിടുത്തം വീണു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ അറിയാമായിരുന്നു അതാരുടെ കൈകളാണെന്ന്. വരുണിൻ്റെ വലത് കൈയിൽ ഹരിയും ഇടത് കൈയിൽ ജിത്തുവും പിടിച്ചു. അവരിരുവരും ഒന്ന് നോക്കി. അവനെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ജിത്തുവിനും ഹരിക്കും വല്ലാത്ത വേദന തോന്നി മനസ്സിന്. എടാ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വരുൺ. ഒരു ജീവിതം വേണ്ടേ നിനക്കും? ഇങ്ങനെ എത്ര നാൾ നീ നിൽക്കും? ഇത്രയും നാളും നിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ആരും ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴും അതൊന്നും ഒരു തീരുമാനമായില്ല. ഇനിയെങ്കിലും ഞങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു അവനെ തന്നോട് ചേർന്നു നിർത്തി. എടാ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ, മക്കളുണ്ടാവാത്തത് ഭദ്രയുടെ പ്രശ്നം. അവളോട് ഞാൻ ആകുന്നത് പറഞ്ഞതല്ലേ, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന്. അതിന് പോലും അവൾ സമ്മതിക്കുന്നില്ല. എൻ്റെ നല്ല ജീവിതമാടാ അവൾ കാണുന്നത്. എൻ്റെ വരുണേ, ഇതൊക്കെ അവളോട് കാര്യമായി പറഞ്ഞാൽ അവളുടെ തലയിൽ കയറാവുന്നതേ ഉള്ളൂ. ലോകത്ത് ആദ്യമായിട്ടല്ല ആരും കുഞ്ഞിനെ ദത്തെടുത്ത് ജീവിക്കുന്നത്. അവളുടെയും മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? അവളെപ്പോലൊരു പെൺകുട്ടി ജീവിതത്തിൽ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു കുഞ്ഞിന്. അതും ഗർഭാവസ്ഥയിൽ തന്നെ നഷ്ടപ്പെടുന്ന വേദന ആരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയും അവരോടൊപ്പം തന്നെ ചേർന്നു നിന്നു. അങ്ങനെ ഭദ്രയെ വിളിക്കുന്ന കാര്യത്തിലും അവർ തീരുമാനമുണ്ടാക്കി.
ആ 3 പേരുടെയും സ്നേഹം കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ ജാനി. അവൾക്ക് അതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. കൂടപ്പിറപ്പുകൾക്കിടയിൽ പോലും ഇത്തരം സ്നേഹം കാണാറില്ല. അപ്പോഴാണ് സുഹൃത്തുക്കളായ ഈ 3 പേര് ഇണപിരിയാതെ ഇങ്ങനെ നിൽക്കുന്നത്. കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും നോക്കിക്കൊണ്ട് ജിത്തുവിൻ്റെ വക അടുത്ത ഡയലോഗ് വരുന്നത്. ഞങ്ങളെന്നാ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. കുറേ ദിവസമായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കല്യാണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും വീട്ടിലോട്ട് പോയില്ലെങ്കിലേ അതവിടെ കിടന്ന് നശിക്കും. അത് കേട്ടപ്പോൾ അത്രയും നേരം പ്രകാശിച്ചു നിന്ന 3 മുഖങ്ങൾ ഒരേപോലെ വാടി. എന്തിനാ ജിത്തു ഇത്ര അത്യാവശ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്നത്? ഇവിടെ നിന്നാൽ പോരെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ? അതമ്മേ, അവിടെ ചെന്നാലല്ലേ കുട്ടികളുടെ സ്കൂളും അടുത്താണ്. അതുതന്നെയല്ല, ഇവരുടെ പല ബുക്കുകളും സാധനങ്ങളും എല്ലാം അവിടെ കിടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിനേക്കാൾ നല്ലത് അവിടെ നിൽക്കുന്നതാ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്തല്ലേ, ഇങ്ങ് പോരാലോ. കുഞ്ഞിയുടെയും പിള്ളാരുടെയും മുഖം ഒരു പ്രതീക്ഷ പോലെ ഹരിയിലേക്കെത്തി. ആ കാര്യത്തിൽ എന്നെ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല പിള്ളാരെ. നിങ്ങളുടെ ചേട്ടത്തിയാണ് തീരുമാനമെടുക്കുന്നത്. പിന്നെ കുഞ്ഞ് ഫുൾ ടൈം ഇവിടെ തന്നെ കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി കൈയൊഴിഞ്ഞു. എന്താണെങ്കിലും പോകാൻ തീരുമാനിച്ച കാര്യം ആയി. ഇന്ന് വൈകിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ബാക്കി ചിന്തിക്കാം. അതുപോരെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴാണ് ഹരിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അവൻ വേഗം തന്നെ അതെടുത്ത് നോക്കി. ഹരിയുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം എല്ലാവരും നോക്കി നിന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാൻ എല്ലാവരും അവനെ തന്നെ ആകാംക്ഷയോടെ നോക്കി നിന്നപ്പോഴാണ് അവൻ എല്ലാവർക്കും ഒന്ന് ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു തുടങ്ങിയത്. നാളെ മുതലേ പിള്ളാരുടെ സ്കൂളിലേക്ക് ഇവിടുന്ന് പുതിയ ഒരാൾ കൂടി വരുന്നുണ്ട്. അതാരാ ഹരിച്ചാച്ച എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചെറുത് മുന്നിലേക്ക് വന്നു. വേറെ ആര്? നമ്മുടെ ജാനകി ടീച്ചർക്ക് നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഞാൻ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയായി, +1 +2 പഠിപ്പിക്കാൻ. നാളെ മുതൽ ജാനി ടീച്ചറും വീട്ടിലിരിക്കണ്ട, പോയി തുടങ്ങിക്കോ അങ്ങോട്ട്. അത് കേട്ടതും ജാനിക്കും വളരെ സന്തോഷമായി. നാളുകൾക്ക് ശേഷമാണ് തനിക്ക് വേണ്ടി ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത്. അതും താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ ജോലി. അത് തിരിച്ചു കിട്ടിയ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അവൾക്കറിയാതെ നിന്നു. ആ കണ്ണുകൾ അപ്പോഴും സന്തോഷത്താൽ നിറഞ്ഞു തുടങ്ങി. ദേ ജാനി,